നെയ്മി മുട്ട നെയ്മി മുട്ട എന്താ ചെയ്ത് വെച്ചത്? ഇത് നമ്മൾ കല്ലുമ്മക്കായ സെയിം തന്നെയാണ്. പുളിയും ഉപ്പും കുടംപുളിയും ഉപ്പും ഇട്ട് നമ്മൾ ബോയിൽ ചെയ്യുന്നു. കുടംപുളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിനെന്താ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ഉള്ളി നമ്മൾ യൂസ് ചെയ്യും. മെയിനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞെടുക്കുന്നു. ഈ മുട്ട ഉണ്ടാവും? അത് നമ്മളൊരു ഇത്ര നീളത്തിൽ മീൻ്റെ ഇത്ര നീളത്തിൽ വരും. അതങ്ങനെ അത്ര നീളത്തിൽ തന്നെ വരും. അത് നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് ചെറിയ ഉള്ളി, സ്വല്പം തക്കാളി, സ്വല്പം സബോള, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ കറിവേപ്പില, പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു 2-3 തക്കാളിയുടെ പീസ്. അതതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കളറില്ലാത്ത ഫ്ലോർ കിട്ടാൻ വേണ്ടി ഒരു ഗാർണിഷിംഗ് പറയാം. അതിന് വേണ്ടി മാത്രം തക്കാളിയും കൂടി അരിഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമ്മൾ പാനിലേക്ക് ഒഴിക്കുന്നു. ചൂടാകുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ 2 കഷ്ണം ഉലുവ. ഇത് നമ്മൾ ശരിക്കും ഉലുവ കയ്പല്ല. നമ്മൾ മീൻ്റെ ഒരു ഫ്ലേവറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു ചെറിയൊരു ഫ്ലേവറിങ്ങിന് വരാൻ വേണ്ടി മാത്രം ഒരു സ്വല്പം ഉലുവ ഉപയോഗിക്കും. കുറച്ച് ഉലുവ കിട്ടും. കാരണം ഞാൻ വീട്ടിലൊക്കെ മീൻസ് ഉലുവ പക്ഷേ നല്ല ഫ്ലേവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനാണ് ഉലുവ എന്ന് പറയുന്നത്. അത് നമ്മൾ ഉലുവ ഇടുന്നു. അതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഉപയോഗിക്കുന്നു. ശരിക്കും സോട്ട് ചെയ്യുന്നു. നന്നായിട്ടൊന്ന് വാർന്ന വരെ ബ്രൗണിഷ് ആവുക. ശരിക്കും ബ്രൗൺ കളർ ബ്രൗണിഷ് ആവും. നല്ല ബ്രൗണിഷ് കളർ ആണവരെ സോട്ട് ചെയ്യാണ് എണ്ണയിൽ. അടുത്തത് അപ്പൊ ശരിക്കും ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന മസാലകൾ നമ്മുടെ സ്ഥിരം മസാലകൾ മാത്രമേ. അതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്ന വെച്ചാൽ മഞ്ഞൾപ്പൊടി കുറച്ച് സ്വല്പം മഞ്ഞൾപ്പൊടി. ഓക്കെ സ്വല്പം കൂടി ഇട്ടോ മഞ്ഞൾപ്പൊടി. ഓക്കെ. പിന്നെ പെപ്പർ ഇത് രണ്ടും മാത്രം യൂസ് അത് മാത്രമാണ് 2 സ്പൂൺ വേണം. 2 സ്പൂൺ പെപ്പറും മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി ഒന്നും ഇടില്ല, വേറെ ഒന്നും ഇല്ലെന്നില്ല. ശരിക്കും നല്ല പെപ്പറും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ മുട്ട ഇട്ടിട്ടുണ്ട്. ലേശം ഉപ്പുകൂടി ഇട്ടേക്കുക. ഞാനായിട്ട് വിട്ടതാണ്. ലേശം നോക്കി നല്ല മഞ്ഞയും പച്ചയും ചുവപ്പും കൂടി കളറ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു നാരങ്ങയുടെ ഒരു ചെറിയൊരു പുളിരസം നമുക്ക് പുളിക്ക് വേണ്ടി അതിന് വേണ്ടി അതിനാണ് നമ്മൾ ലെമൺ ഉപയോഗിക്കുന്നത്. ഒരു നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞിട്ടുണ്ട്. പിഴിഞ്ഞൊഴിക്കും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 തുള്ളി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പച്ചവെളിച്ചെണ്ണ കുക്കിയതിന് ശേഷം വീണ്ടും ഒരു ഇത്തിരി കൂടി പച്ചവെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് അതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു നല്ലൊരു ഫീലാണ്. ഒരു മഞ്ഞ കളർ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കോരി തിന്നാൻ. ഇത് വലിയ മുട്ട ഇത്ര നീളത്തിലാണ് വരുന്നത്. അല്ല ഇത് വലുതാവില്ല. ഇതിപ്പോ തരിതരി അത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ ചെറുതായിട്ട് പൊളിഞ്ഞു പോകുന്നതാണ്. കഷ്ണമായിട്ട് വേണ്ടവർക്ക് നമ്മൾ അതുപോലെ തന്നെ വലുതായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഓയിൽ ഫ്രൈ ആണ് കൊടുക്കുന്നത്. നമ്മൾ എണ്ണയ്ക്ക് ഡീപ് ഫ്രൈ ആയിട്ട് കൊടുക്കും. ഇതിന് തന്നെ ഇതുപോലെ തന്നെ ഡീപ് ഫ്രൈയും വേറെ വെറൈറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീൻമുട്ട ഫ്രൈയും റെഡി ആയിരിക്കും. 2 വിഭവം നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്ത വിഭവത്തിലേക്ക്. ഇപ്പം എന്തായാലും അടുത്ത നമ്മൾ ടർക്കി ഉണ്ടാക്കുന്നത്. എന്തായാലും എനിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഇപ്പോഴും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല കൊതിയുണ്ട്. അതുകൊണ്ടാ കക്കിയൊക്കെ എന്തോ നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ചില്ലി ഫ്ലേവർ ഉണ്ട്. നമ്മൾ കക്കകൾ റഫല്ല, അത് ഫ്രഷാണ്. അതാ അടുത്ത് എനിക്ക് ഉണ്ടായത് തന്നെ മീൻമുട്ട. ഇടുന്നുണ്ട്. ഒരു നമ്മൾ ചവയ്ക്കുമല്ലോ കൈ ഒരു മീൻമുട്ട തന്നെയാണ്. ചെറിയ തയ്യാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്.
2 ഡിഷ് ഞാൻ ടേസ്റ്റ് ചെയ്തു. എൻ്റെ സന്തോഷം തന്നെ എൻ്റെ മുഖത്തുണ്ട്. എന്തായാലും നമുക്ക് 3ാമത്തെ ഡിഷിലേക്ക് പോവാം. അടുത്ത ടർക്കി വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതുവരെ. എന്താ ടർക്കി കൊണ്ട് നമ്മൾ ടർക്കി റോസ്റ്റ് ഉണ്ടാക്കാം, ടർക്കി ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ആയതുകൊണ്ട് നമുക്കിന്ന് ടർക്കി റോസ്റ്റിലേക്ക് ടർക്കി റോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളകാണ് അതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചമുളക് തന്നെയാണ്. പച്ചമുളക് ശരിക്കും ഇടുന്നുണ്ട് ഇതിന്. നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നത് മറ്റേ മുളക് പൊടി പറഞ്ഞിരിക്കുമല്ലോ. മുളക് പൊടി നല്ല പച്ചമുളക്, പച്ചമുളക് യൂസ് ചെയ്ത് ടർക്കി റോസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ ശരിക്കും പച്ചമുളക് ഇട്ടാണ് ടർക്കി യൂസ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ഇതിനു മുമ്പ് താറാവ് കോഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ടർക്കി ഇത് ആദ്യമായിട്ടാണ് നമ്മളെ ഷോയിൽ കാണിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ടർക്കി അങ്ങനെ വളരെ അപൂർവമായിട്ടാണ്. ഇത് ഇവിടെ നമ്മുടെ MD തന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഉണ്ടായ ടർക്കിയാണ്. അപ്പം ഇവിടെ തന്നെ വാങ്ങിക്കാൻ നല്ലത്. ഇവിടെ അവർക്ക് തന്നെ ടർക്കി ഫാം ഉണ്ട്. അവിടുന്ന് ബോയിലർ ഒന്നുമല്ല, ബോയിലർ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ ഒന്നുമല്ല. ഇത് വീട്ടിൽ തന്നെ വളരുന്നു. സുജീഷയുടെ വീട്ടിൽ തന്നെ വളരുന്ന സംഭവമാണ്. അവിടെ തീരുമ്പോൾ ആവശ്യം അവർ കൊണ്ടുവരുന്നു. എന്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ പറഞ്ഞു, ഞാൻ ഇത്ര കണ്ടില്ല. ടർക്കി ഇത് ടർക്കി നമ്മൾ എന്ത് ചെയ്ത് ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ബോയിൽ ചെയ്തതാണ്. ബോയിൽ ചെയ്ത് വെച്ചതേ ഉള്ളൂ. അത് അതിന് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കാണ് ടർക്കി. ഇത്ര അടുത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലാന്നിരിക്കുമ്പോൾ. പച്ചമുളക് ചെറുള്ളി വേണം. ശരിക്കും നല്ല, ഞാൻ ഇപ്പൊ തന്നെ നിൽക്കുമ്പോൾ തന്നെ കണ്ടു നല്ല റഷുണ്ട്. നമ്മള് ഇത് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ തന്നെ കുറേ ഓർഡർ വന്നിട്ടുണ്ട്. നല്ല മൂവിങ് ഉള്ളതാണ്. നല്ല മൂവിങ്. മെയിനായിട്ട് പാഴ്സലുകളാണ് കൂടുതൽ പോകുന്നത്. പാഴ്സൽ കൂടുതൽ പോകുമല്ലേ? നല്ല മീൻസ് നമ്മൾ കണ്ടത് ചെറിയ അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല, പക്ഷെ നല്ല റഷുമാണ്. നല്ലതായിട്ട് മൂവിങ് ഉണ്ട് ഇവിടുത്തെ ഫുഡ്. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ കഴിച്ചെന്ന് മനസ്സിലായി, നല്ല ടേസ്റ്റ് തന്നെ കാര്യം. വീണ്ടും നമ്മൾ പണിയിലേക്ക് പോവാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. വറ്റമുളക് എടുത്തേക്കാണ്. വറ്റമുളക്, പച്ചമുളക് ഉണ്ട്, വറ്റമുളകുണ്ട്, വറ്റൽമുളകുണ്ട്. ഇത് 4-5 3-4. ഇത് എന്തോരം നമ്മൾ എടുക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി പച്ചമുളക് ജസ്റ്റ് വെറുതെ നുള്ളിയിടാം. കരിവേപ്പില തക്കാളി ഇട്ട് കുറച്ചധികം തന്നെ തക്കാളി ഇട്ട് വെളുത്തുള്ളി സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മൾ ഇതിനല്ലെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യാൻ നല്ലതാണ്. ജിഞ്ചർ ഗാർലിക് എല്ലാത്തിനും നല്ലതാണ്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അയല പൊള്ളിച്ച് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് ഓർഡർ വന്നിട്ടുണ്ട്. അത് ശരിക്കും വാഴ നാരി തന്നെ കെട്ടി വെച്ചേക്കാം. അത് കട്ട് ചെയ്തിട്ട് അത് സെർവ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഷട്ടർ തെറിക്കും അല്ലേ? ഞാൻ മാറിക്കാം. വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് പച്ചമുളക്, ചെറുള്ളി, സവോള യൂസ് ചെയ്തിട്ടില്ല. ചെറുള്ളി, തക്കാളി, വറ്റമുളക്, പച്ചമുളക്, കറിവേപ്പില, ചെറുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗാർലിക് വീണ്ടും മസാലക്കൂട്ട്. അത് ജസ്റ്റ് നമ്മളിന്ന് പെട്ടെന്നൊന്ന് സോട്ട് ആവാൻ വേണ്ടി മാത്രം നമ്മൾ ചില ഉപ്പ് ചേർക്കണം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടി കിട്ടും. ബ്രൗണിഷ് കളറിലേക്ക് ബ്രൗണിഷ് ആയല്ലേ? മുളക് പൊടി 1 സ്പൂൺ മുളക് പൊടി ഉണ്ട്. സ്വല്പം കൂടി ഇട്ടു. സ്പൈസിയാണത്, നല്ല സ്പൈസിയാണല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ തന്നെ സ്വന്തം ഉപയോഗിക്കുന്ന ഗരം മസാല മൊത്തം ഇട്ടു. മല്ലിപ്പൊടി ഇത്ര അത് മതി. ഏറ്റവും സ്വല്പം മഞ്ഞൾപ്പൊടി. ഉപ്പ് അത്ര വേണ്ട. അത് മതി. എപ്പോഴും എൻ്റെ അളവ് തെറ്റും. സോട്ട് ചെയ്യണം. ടർക്കി അത് കഴിഞ്ഞ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ടർക്കി നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ച ടർക്കിയാണ്. ആ സ്റ്റോക്കാണ്. നമ്മൾ കുറച്ച് സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത് ചിക്കൻ ടർക്കിയുടെ തന്നെ സ്റ്റോക്കാണ്. നമ്മൾ റീസണബിൾ റേറ്റ് ആയിരിക്കുമോ? റീസണബിൾ റേറ്റ് ആണ്.
കാരണം അത് ഇതിന്റെ അവൈലബിലിറ്റി ശരിക്കും കുറവാണെങ്കിൽ പോലും അത് ഇവിടെ ഒരു പ്രോഫിറ്റിന്റെ രീതിയിൽ അവർ വാങ്ങിക്കുന്നില്ല. അത് അവർ സ്വന്തമായിട്ട് ഒരു പ്രോഫിറ്റ് ആയിട്ട് അവർ വാങ്ങിക്കുന്നില്ല. നല്ല റീസണബിൾ റേറ്റ് ആണ് ഷെഫ് പറയുന്നത്. ഇത് മാത്രമല്ല ബാക്കി എല്ലാം നല്ല റീസണബിൾ റേറ്റ് തന്നെയാണ് ഷെഫ് പറയുന്നത്. കാരണം റീസണബിൾ റേറ്റ് ആയിരിക്കും. കാരണം അത്രയും ക്രൗഡുണ്ട്. ഞാൻ കണ്ടു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ക്രൗഡുണ്ട്. ടേസ്റ്റും റീസണബിൾ റേറ്റും കൂടി കൂടുമ്പോൾ എന്താണെന്നറിയാലോ, നല്ല റഷ് ഉണ്ടാവും. ഇത് ഞാൻ ചൂടാണെന്ന് വരെ വെയിറ്റ് ചെയ്യണമല്ലോ. കുറച്ച് മല്ലിയിലും കൂടി ചോപ്പ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഒരു ഫ്ലേവർ അതിന് നമ്മൾ ടർക്കി റോസ്റ്റും റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂടുള്ളതാണ്. ഞാൻ ടവലൊക്കെ കൂട്ടി പിടിച്ച് നിൽക്കുക. നമ്മളെന്തായാലും ടർക്കി റോസ്റ്റ് റെഡിയാണ്. എനിക്ക് ഇതൊന്ന് ടേസ്റ്റ് തോന്നി. ചിക്കനെ പോലെ തന്നെ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ എന്ത് ഒരു നല്ല റബ്ബറി ഫീൽ ഉണ്ട്. ഇത് ശരിക്കും നമ്മള് അപ്പത്തിൻ്റെ ഒപ്പവും റൈസിൻ്റെ ഒപ്പം ശരിക്കും കഴിക്കാൻ പറ്റുന്ന. അങ്ങോട്ട് ഇറക്കാൻ ഇപ്പൊ ടൈമില്ല. അപ്പം ഞാൻ ഇവിടെ തന്നെ തീർക്കാം. ഇത് ശരിക്കും അപ്പത്തിൻ്റെ ഒപ്പം ബാക്കി എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാം കേട്ടോ. ഞാനിത് പച്ചിക്കനെ കറി മാത്രമായിട്ട് ഞാൻ കഴിക്കാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല ഡിഷസ് ഒക്കെ കഴിക്കണമെങ്കിൽ നേരിട്ട് ചെമ്മീനിലോട്ട് വരാം അല്ലേ. നല്ല ടേസ്റ്റോടെ നമ്മുടെ ഷെഫ് ഉണ്ടായി തരും. ഗോപിച്ചേട്ടൻ ഉണ്ടായി തരും. എന്തായാലും ഇതൊക്കെ ഞാൻ കഴിക്കാൻ പോവാം. എല്ലാം സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ തീർന്നില്ലേ. സിമ്പിളായിട്ടുള്ള നാടൻ ഫുഡ്, സിംപ്ലിംഗ് ആണ്. ഓക്കെ, എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.